പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്വം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. മനുഷ്യരെ തിരിച്ചെടുക്കാനായിട്ടുള്ള സമാശ്വാസിപ്പിക്കുന്ന വാക്കുകൾ പറയാനും അവരെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താനുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. സുവിശേഷം അത് തന്നെയാണ് പറയണേ. 100 ആടുകൾ ഉണ്ടായിരിക്കുക, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ 99 വിട്ടിട്ട് ഈ ഒന്നിനെ അന്വേഷിച്ചു പോകുന്ന കർത്താവിനെ കണക്ക് ഈ ആഗമനകാലം നമുക്ക് മനുഷ്യരെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള കാലമാണ്. വിട്ടുകളയാൻ എളുപ്പമാണ്. ഇങ്ങനെ നമ്മൾ വിട്ടുകളഞ്ഞ പലരും ഇന്ന് വഴിക്കവലകളിലിരിക്കുന്നുണ്ട്. മിക്കവരും പലരും ഇങ്ങനെ പൊടി വലിക്കുന്നുണ്ട്. അവരിൽ പലരുടെയും ചുണ്ടത്ത് ഇങ്ങനെ കഞ്ചാവരിയുന്നുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ കയറിലൊടുങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മനസ്സ് ഭാരപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വിട്ടുകളഞ്ഞവരൊക്കെ ഇങ്ങനെ എന്നേക്കുമായിട്ട് അവസാനിച്ചു പോയവരുടെ എണ്ണമാണ് കൂടുതലായി. എന്നാൽ എപ്പോഴെങ്കിലും ഒരാളെ തിരിച്ചു പിടിക്കാനായി അങ്ങേയറ്റം ചെന്നിട്ടുണ്ടോ? എത്ര മുറിവേൽപ്പിച്ചാലും എത്ര വട്ടം തെന്നിപ്പോയാലും ഈ മനുഷ്യരുടെ പിന്നാലെ നടക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഇവരെ തിരിച്ചെടുക്കാൻ ശ്രമിച്ച മനുഷ്യരെക്കാൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ചില വിശുദ്ധരായിട്ടുള്ള ജന്മങ്ങളെയാണ്. നമ്മുടെ മലയാളത്തിൽ മനോഹരമായിട്ടുള്ളൊരു മൂവി ഉണ്ടായിരുന്നു. ഒരു സാറ് വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും തിരിച്ചു പിടിക്കാനായിട്ട് നോക്കുന്ന മാണിക്കക്കൽ എന്ന് പറയുന്ന ഒരു മൂവി. അപ്പോൾ അതിനകത്ത് പലവട്ടം ഒരു കുഞ്ഞിനെ തിരിച്ചെടുക്കാൻ നോക്കിയിട്ട് അവസാനം ഇയാൾ ദേഷ്യപ്പെടുമ്പോൾ ഇനി നീ ഇഷ്ടമുള്ളത് പോയി ചെയ്യുന്നൊക്കെ പറഞ്ഞ് വിടുമ്പോൾ ഒരു സാറ് വന്നിട്ട് പറയുന്നുണ്ട്, സാറ് പിന്നെ എന്താ പ്രതീക്ഷിച്ചത്? ഈ കുപ്പയിൽ നിന്ന് വന്നവർ മാണിക്യമായിട്ട് മാറുമെന്ന് തോന്നുന്നുണ്ടോ? അവരെ ചേർത്ത് പിടിക്കാനും തിരികെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്താനും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പണിക്ക് ആദ്യം ഇറങ്ങി പുറപ്പെട്ടെ? കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകുന്നില്ലെങ്കിൽ വിട്ടുകളയാനാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇവരെ രക്ഷിക്കാനെന്ന് പറഞ്ഞ്? നമ്മുടെ ഉദ്ദേശം അവരെ രക്ഷിക്കാമെന്നായിരുന്നില്ലേ? നമ്മുടെ പേര് വലുതാക്കാന്നുള്ളതായിരുന്നു. ഒരാളെ രക്ഷിച്ചെടുത്തു എന്നുള്ള ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടായിരുന്നു. സ്വർഗത്തിൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാളെ രക്ഷിച്ചെടുക്കാനാണെങ്കിൽ അവസാനം വരെ പോവണ്ടേന്നാണ് വചനം ചോദിക്കണേ. കർത്താവ് പറയണ കാര്യം അതാണ്. 99 ഉണ്ടല്ലോ, ഒരെണ്ണം പോകണമെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാമായിരുന്നിടത്ത് ആൾ പറയണ പറ്റില്ല, എനിക്ക് ഈ ഒരെണ്ണത്തെ കിട്ടിയേ പറ്റുള്ളൂ. ആ രാത്രിയിൽ ഇങ്ങനെ ഈ മനുഷ്യൻ ഈ ഒരു മുള്ളിൽ കുരുങ്ങി കിടക്കുന്നൊരു ആടിനെ, തൻ്റെ പ്രിയപ്പെട്ട ഒരു ആടിനെ കണ്ടെത്തുന്നു. അതിനെ തോളിലെടുത്ത് സന്തോഷത്തോടെ തിരിച്ചു വരുന്നു. മോശയെ കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ നായകനാക്കി മാറ്റുന്നതിൻ്റെ കാരണം ഇങ്ങനെ വഴിതെറ്റിപ്പോയൊരാടിനെ തിരിച്ചു കൊണ്ടുവരുന്നൊരു ദൃശ്യം കണ്ടിട്ടാണെന്നൊക്കെ ഒരു വായനയുണ്ട്. ആ സമയത്താണ് ഇയാൾ വഴിതെറ്റിപ്പോയൊരാടിനെ അന്വേഷിച്ച് മലമുകളിൽ കയറി മുള്ളുകൾ ഉരഞ്ഞ് ദേഹം മുഴുവൻ മുറിഞ്ഞു നിൽക്കുന്ന മോശയോടാണ് കർത്താവ് പറയണത്, നീ ഇസ്രായേൽ ജനത്തെ നയിക്കണം. ഇയാൾക്ക് പറ്റുമെന്ന് കർത്താവിനറിയാം. അവസാനം വരെ മോശ അത് നിൽക്കുന്നുണ്ട്, ജനത്തോട് കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർ പരാതി പറയുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവരുടെ പരാതി പറയുന്നുണ്ട്. എന്തൊക്കെ നിന്ദനങ്ങളേറ്റിട്ടും ഈ മനുഷ്യരെ വിട്ടുകളയാതെ ചില സമയത്തൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്, പക്ഷേ കൂടെ നിൽക്കുന്നുണ്ട്. വാഗ്ദാന ദേശത്തേക്ക് അവരെ എത്തിക്കത്തക്ക വിധത്തിൽ കർത്താവിൻ്റെ മുൻപിൽ മധ്യസ്ഥം യാചിക്കുന്നുണ്ട്, കമിഴ്ന്ന് വീണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനം അയാൾക്ക് വാഗ്ദാന ദേശത്തേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ പോലും അയാൾ ഈ ജനത്തോടു കൂടെ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റിപ്പോയ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റും കാണുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് പേടിയുണ്ട്, ശരിയാണ്, പേടിക്കേണ്ട സമയമാണ്, പേടിക്കേണ്ട ഒരു കാലമാണ്. അവരെന്ത് ചെയ്യുമെന്നറിയില്ല. പ്രാർത്ഥിക്കാമല്ലോ, ഇവരൊക്കെ ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള പ്രാർത്ഥന നടത്താമല്ലോ. കൊന്തയിലൊരു രഹസ്യം മാറ്റിവെച്ച് യാന്ത്രികമായിട്ട് ചൊല്ലിപ്പോകുന്നതിനെ അല്ല പറയണേ. എൻ്റെ കൺമുൻപിൽ വളർന്നു വന്ന ചില
പിള്ളേര് അവരിങ്ങനെ തെറ്റിപ്പോകുന്നതും ആടി നടക്കുന്നതും അവർ കാരണം അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണിൽ വെള്ളം നിറയുന്നതും അമ്മയുടെ മുഖത്തും മേത്തുമൊക്കെ ഇങ്ങനെ മർദ്ദനത്തിൻ്റെ പാടുകൾ കാണുമ്പോഴൊക്കെ അതിൻ്റെ വേദന ഉള്ളിൽ കയറ്റി വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാമല്ലോ. തിരിച്ചു വരാനായിട്ട് അവസാനം വരെ പ്രാർത്ഥിച്ചു തുടങ്ങാമല്ലോ. വെറുതെ ആവില്ല. കൊച്ചിരേശപ്പുണ്യ ഒറ്റ പ്രാർത്ഥനയിലാണ് കഴുമരത്തിന് താഴെ നിന്നൊരാൾ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് കരഞ്ഞ് നിലവിളിച്ച് അപേക്ഷിച്ച് തിരിച്ചു വരുന്നത്. ഒറ്റ പ്രാർത്ഥന. ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ ബാക്കി 99 വിട്ടിട്ട് ആ ഒരെണ്ണത്തെ അന്വേഷിച്ചു പോകുന്ന മനുഷ്യരിലാണ് ഇനി ലോകത്തിൻ്റെ പ്രതീക്ഷ. കർത്താവേ, അതിലൊരാളാവൻ ഞങ്ങൾക്ക് അങ്ങേ കരുണ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ആശീർവാദത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചിലരെയൊക്കെ തിരികെ പിടിക്കാനായിട്ടുള്ള നമ്മളുടെ കഠിനമായ പരിശ്രമങ്ങൾക്ക് നമുക്ക് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വചനം, ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവെ, അവിടുത്തെ ഇഷ്ടം ഇവരെ തിരിച്ചു പിടിക്കാമെന്നുള്ളതാണെങ്കിൽ അതിനുള്ളൊരു ഉപകരണമായി മാറാൻ ഞാനിതാ മുഴുവനായും എന്നെ തന്നെ വിട്ടുതരുന്നു എന്നുള്ള മനോഭാവത്തോടെ വേണം ഈ ഒരു തിരിച്ചെടുക്കലിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ. കർത്താവെ, അതിനുള്ള ശക്തി ഈ രാത്രിയിൽ ഞങ്ങളിലേക്ക് നിറയ്ക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗം ആശീർവദിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.